വെൽക്കം ടു FS കുക്കറി വ്ലോഗ്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി തനിനാടൻ ബീഫ് കറിയും അതിൻ്റെ കൂടെ പാലപ്പവുമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഈ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ 1 കിലോ ബീഫ് കഴുകി ഡ്രെയിൻ ചെയ്ത് കുക്കറിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുക. ഉപ്പൊന്നും ചേർക്കരുതേ. അപ്പോൾ അതവിടെ ഇരുന്ന് വേകുന്ന ടൈം കൊണ്ട് ഞാൻ അടുപ്പത്തോട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകും അതിൻ്റെ കൂടെ തന്നെ ഒരു 5 മണി ഉലുവയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് കൊച്ചുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറി ലീവ്സും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ആ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് പാകത്തിനാകുമ്പോൾ നമുക്ക് 2 സവാളയാണ് അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഉള്ളി നന്നായിട്ട് വാടുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഉള്ളി ചേർക്കുമ്പോൾ എപ്പോഴും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ ഉള്ളിയിലെ വെള്ളമൊക്കെ വലിഞ്ഞ് പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും കേട്ടോ. അപ്പോൾ അതും കൂടി അവിടെ ഇരുന്ന് ആയിക്കോട്ടെ. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് പാതി വാടി വരുന്ന ടൈമിൽ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുവാണേ. ഇപ്പോൾ ഇവിടെ ഉള്ളിയുടെ നിറമൊക്കെ നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത്. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 1/4 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ കുരുമുളകും അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ അളവിൽ പെരുംജീരക പൊടിയും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ച സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കുക. ഇനി അതിൻ്റെ പച്ചക്കുത്തെല്ലാം മാറിക്കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് മുഴുവനായിട്ട് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ബീഫിൽ ഒട്ടും തന്നെ ഉപ്പ് ചേർത്തിട്ടില്ല. നമ്മൾ ആകപ്പാടെ ഉള്ളിയിൽ മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ബീഫും കൂടി ചേർത്ത് ഇളക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അവസാനമായിട്ട് നല്ലൊരു തിള വരുന്ന സമയത്ത് 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ തനി നാടനായിട്ടുള്ള നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഞാനിന്ന് സെർവ് ചെയ്യാൻ പോകുന്നത് പാലപ്പമാണ്. അപ്പോൾ ഇതാ പാലപ്പവും കൂടി ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. അപ്പോൾ പാലപ്പത്തിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കാത്തവർ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാനിതാ മുകളിൽ ഈ ഐ ബട്ടണിൽ കൊടുത്തേക്കാവേ. അപ്പോൾ നല്ല പൂ പോലുള്ള പാലപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.